ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചന ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പ്രതിഫലം നൽകുന്ന സ്വർഗത്തിലെ പിതാവ് എന്നതിനെക്കുറിച്ചാണ്. യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായ പ്രസംഗം നമ്മൾ കാണുന്നത് മത്തായി സുവിശേഷം 6, 7 അധ്യായങ്ങളിലും 5-ാമത്തെ അധ്യായത്തിൽ പെട്ട 5, 6, 7 അധ്യായങ്ങളിൽ. അത് ദൈവരാജ്യത്തിൻ്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുന്നതെന്നും ഒരു മനുഷ്യൻ എപ്രകാരം ജീവിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ മുമ്പിൽ വരച്ച് കാണിക്കുന്ന മനോഹരമായൊരു പ്രസംഗമാണ് യേശുവിൻ്റെ മലയിലെ പ്രസംഗം. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ പരന്ന് പന്തലിച്ച് കിടക്കുന്ന മനോഹരമായ യേശുവിൻ്റെ പ്രസംഗം. അതിൽ പ്രിയപ്പെട്ടവരെ, 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ 3 പ്രാവശ്യം യേശു പറയുന്നുണ്ട്, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. കാണുക, പരസ്യങ്ങൾ അറിയുന്ന പിതാവല്ല, പരസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്ന പിതാവെന്നല്ല, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരുമെന്ന് അവിടെ വ്യക്തമായിട്ട് കർത്താവ് പറയുകയാണ്. ഈ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്ന മട്ട് എന്താണ് ദൈവവചനത്തിൽ ആഴമായി മറഞ്ഞു കിടക്കുന്ന മർമ്മം അല്ലെങ്കിൽ രഹസ്യം എന്നത് പരിശുദ്ധാത്മാവ് നമുക്കിന്ന് വെളിപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നിങ്ങളെ ഞാൻ പഴയ നിയമത്തിൻ്റെ ഒരു പുസ്തകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായം. അതിന് മുമ്പത്തെ അധ്യായത്തിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഹെസക്കിയായ്ക്ക് കിട്ടുന്ന രോഗശാന്തി. ഹെസക്കിയ രാജാവ് അത്ഭുതകരമായിട്ട് ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ മാരക രോഗത്തിൽ നിന്ന് സൗഖ്യം നേടി 15 വർഷങ്ങൾ കൂടി തൻ്റെ ആയുസ് നീട്ടിക്കിട്ടുന്ന അനുഭവം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. രോഗശാന്തി ദൈവത്തിൽ നിന്നും മേടിച്ചെടുത്ത അനുഗ്രഹം പ്രാപിച്ച ഹെസക്കിയ രാജാവ് 39-ാമത്തെ അധ്യായത്തിൽ എത്തുമ്പോൾ ഒരു വലിയ മണ്ടത്തരം കാണിക്കുന്നതും അതിൻ്റെ കോൺസിക്വൻസസ്, അതിൻ്റെ ഫലങ്ങൾ നെഗറ്റീവായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതുമാണ്. അപ്പം ഹെസക്കിയായ്ക്ക് രോഗശാന്തി കിട്ടി. അത് ദൈവം അത്ഭുതകരമായിട്ട് രോഗശാന്തി കൊടുത്തുവെന്നും 15 വർഷത്തേക്ക് കൂടി ആയുസ് നീട്ടിക്കൊടുത്തുവെന്നുള്ള വാർത്ത അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പുറത്ത് ബാബിലോൺ സാമ്രാജ്യത്തിൽ പോലും അവിടെ അത് എത്തപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ബാബിലോണിലെ രാജാവ് കേട്ടു ഹെസക്കിയായ്ക്ക് രോഗശാന്തി കിട്ടി. ബാബിലോൺ രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? കുറച്ച് സൈന്യാധിപന്മാരെയും കുറച്ച് പട്ടാളക്കാരെയും കുറച്ച് ദാസന്മാരെയും സേവകരെയും എല്ലാം കൂടി കുറച്ച് സമ്മാനങ്ങളുമൊക്കെ ആയിട്ട് ദൈവത്തിൽ നിന്ന് രോഗശാന്തി കിട്ടിയ ഹെസക്കിയായെ കാണാനായിട്ട് തൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട്, തൻ്റെ പ്രതിനിധികളായിട്ട് പറഞ്ഞു വിട്ടു. അതിലൊരു തെറ്റുമില്ല. അദ്ദേഹം സ്നേഹത്തോടെ അത് ചെയ്തത്. കാര്യം ദൈവത്തിൽ നിന്ന് അത്ഭുത രോഗശാന്തി മാരകമായ രോഗത്തിൽ നിന്നും വാങ്ങിച്ചെടുത്ത അയൽപക്കത്തെ രാജാവിന് നല്ലൊരു സമ്മാനം കൊടുത്തു വിട്ടു അദ്ദേഹം. ഹെസക്കിയ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ബാബിലോൺ രാജ്യത്ത് നിന്ന് കടന്നു വന്ന ആളുകളെല്ലാം കൂടെ കണ്ടപ്പോൾ അങ്ങ് പൊങ്ങിപ്പോയി. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാമോ? അദ്ദേഹം ഈ ബാബിലോൺ രാജ്യത്ത് നിന്ന് കടന്നു വന്ന പട്ടാളക്കാർക്കും സേവകന്മാർക്കും തൻ്റെ രഹസ്യ അലമാരകളിലിരുന്ന മുഴുവൻ കാര്യങ്ങളും കാണിച്ചു കൊടുത്തു. അതിൽ തൻ്റെ സമ്പത്ത് കാണിച്ചു കൊടുത്തു, തൻ്റെ സ്വർണം കാണിച്ചു കൊടുത്തു, തൻ്റെ വജ്രം കാണിച്ചു കൊടുത്തു, തൻ്റെ ഡയമണ്ട്സ് കാണിച്ചു കൊടുത്തു, തൻ്റെ സുഗന്ധദ്രവ്യങ്ങൾ കൂട്ടി വച്ചിരിക്കുന്നത് കാണിച്ചു കൊടുത്തു, തൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ ചാക്കുകളിൽ ശേഖരിച്ചു വച്ചിരിക്കുന്നത് കാണിച്ചു കൊടുത്തു. എന്തിന്? ആയുധപ്പുരകൾ തുറന്ന് ആയുധങ്ങൾ കൂട്ടി വച്ചിരിക്കുന്നതും യുദ്ധസാമഗ്രികളും പോലും ബാബിലോൺ രാജ്യത്ത് നിന്ന് കടന്നു വന്നവർക്ക് കാണിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അദ്ദേഹം കാണിച്ചു കൊടുക്കാത്തതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ദൈവമേ, ഒന്ന് ആലോചിച്ച് നോക്കുക. വേറൊരു രാജ്യത്ത് നിന്ന് കടന്നു വന്ന അവിടുത്തെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാത്തതായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി രഹസ്യം ഒന്നുമില്ല, മുഴുവൻ പരസ്യമായിപ്പോയി. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ നോട്ടത്തിൽ ഇത് കേൾക്കുമ്പോൾ നമുക്കൊന്നും തോന്നുന്നില്ല എങ്കിലും പിന്നീട് നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കാണുന്നു, യെശയ്യാ പ്രവാചകൻ വീണ്ടും കടന്നു വന്നിട്ട് ഹെസക്കിയായോട് പറയുകയാണ്, രാജാവേ, അങ്ങ് എന്താണ് കാണിച്ചത്? അങ്ങ് മുഴുവൻ കാര്യങ്ങളും തുറന്നു കാണിച്ചു കൊടുത്തു. ഇനി രഹസ്യമായിട്ടൊന്നുമില്ലേ? മുഴുവൻ പരസ്യമായോ? നീ മുഴുവൻ കാര്യങ്ങളും തുറന്നു കാണിച്ചോ? എന്നിട്ട് പറഞ്ഞു, നീ കാണിച്ചു കൊടുത്ത മുഴുവൻ കാര്യങ്ങളും നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നു. നീ കാണിച്ചു കൊടുത്ത മുഴുവൻ കാര്യങ്ങളും നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നു.
പ്രിയപ്പെട്ടവരെ, വലിയ ഒരു ആത്മീയ സത്യമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളിൽ ചിലരെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ എത്ര നേരം പ്രാർത്ഥിക്കുന്നുവെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കും. ഓ ബ്രദറെ, ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് 19 കരുണക്കൊന്തയും 27 ജപമാലയുമാണ് ചൊല്ലിയത്. ബ്രദറെ, ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് പാറ വിരിച്ചിട്ട് അതിൽ കൈവിരിച്ചു പിടിച്ച് 8 മണി വരെ ഞാൻ നിന്ന് പ്രാർത്ഥിച്ചു. ബ്രദറെ, സിസ്റ്ററെ, ഞാൻ കഴിഞ്ഞ 40 ദിവസമായിട്ട് കഞ്ഞി മാത്രമാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ മത്സ്യം ഭക്ഷിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നല്ല കാര്യങ്ങളാണെങ്കിലും ഇതെല്ലാം നമ്മൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിൽ ആരോടും പറയാത്ത, ദൈവവും നമ്മളും മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവരോടും വിളിച്ചു പറയാറുണ്ടോ? ഇല്ല. ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രം അറിയാവുന്ന രഹസ്യങ്ങളുണ്ട് അവരുടെ സ്നേഹബന്ധത്തിൽ. ഇതുപോലെ ദൈവവും നമ്മളുമായിട്ട് മണവാളൻ മണവാട്ടി ബന്ധത്തിലായാലും അപ്പൻ മക്കൾ ബന്ധത്തിലായിരുന്നാലും നമ്മൾ ഒരു കാര്യം ഓർക്കണം, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിളിച്ചു പറയാൻ പാടില്ല. നമുക്ക് ചില രഹസ്യങ്ങൾ ഉണ്ടായിരിക്കണം. ദൈവവും നമ്മളുമായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതത്തിലും ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിലും ദൈവവും നമ്മളുമായിട്ടുള്ള കൂട്ടായ്മയിലും മറ്റാരും അറിയാൻ പാടില്ലാത്ത രഹസ്യം നമുക്ക് ഉണ്ടായിരിക്കണം. മത്തായി സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ യേശു പഠിപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യത്തിൽ പ്രാർത്ഥിക്കണം. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ്. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന അറിയുന്നില്ല എങ്കിലും, ആരുടെയും അംഗീകാരവും കൈയടിയും നമുക്ക് കിട്ടുന്നില്ല എങ്കിലും, ജനങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഉയർത്തപ്പെടുന്നില്ല എങ്കിലും, നമ്മളൊരു പ്രാർത്ഥനക്കാരനാണ്, പ്രാർത്ഥനക്കാരി എന്നുള്ള പേര് നമുക്ക് കിട്ടുന്നില്ല എങ്കിലും, എല്ലാം അറിയുന്ന 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ പരിശുദ്ധനായ ദൈവം നമ്മുടെ രഹസ്യങ്ങളെ അറിയുന്നുണ്ട്, നമ്മുടെ രഹസ്യ വേദനകൾ അറിയുന്നുണ്ട്, നമ്മുടെ രഹസ്യത്തിലുള്ള ആരാധനയെ കാണുന്നുണ്ട്, നമ്മുടെ രഹസ്യത്തിലുള്ള നന്ദി പറച്ചിലിനെ കാണുന്നുണ്ട്, നമ്മുടെ രഹസ്യത്തിലുള്ള കണ്ണുനീര് കാണുന്നുണ്ട്, നമ്മുടെ നെഞ്ചത്തടിച്ചുള്ള പ്രാർത്ഥന കാണുന്നുണ്ട്, നമ്മൾ മുട്ടിന്മേൽ കൈവിരിച്ചു പിടിക്കുന്നത് കാണുന്നുണ്ട്, നമ്മുടെ കരുണക്കൊന്ത കാണുന്നുണ്ട്, ജപമാല കാണുന്നുണ്ട്, ആരാധനയും പാട്ടും കാണുന്നുണ്ട്, കയ്യടി കാണുന്നുണ്ട്. പ്രതിഫലം ഉറപ്പാണെന്ന് പറയുന്നു. പക്ഷെ അത് രഹസ്യത്തിലായിരിക്കണം. മനുഷ്യന്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്ന് കാണിക്കാതെ ദൈവ തിരുമുമ്പിൽ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രതിഫലം ഉറപ്പാണ് എന്ന് കർത്താവ് പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു വിതക്കാരൻ്റെ ഉപമ പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. വിത്തുകൾ വിതക്കാരൻ വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിൻ്റെ ഇടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. സത്യത്തിൽ ഏറ്റവും ആദ്യം മുളച്ചു പൊങ്ങേണ്ടത് നല്ല നിലത്ത് വീണ വിത്തല്ലേ? ഈശോ പറഞ്ഞു, വഴിയരികിൽ പോയതെല്ലാം ചവിട്ടിക്കളഞ്ഞു, മുള്ളിൻ്റെ ഇടയിൽ പോയത് ഞെരിഞ്ഞമർന്നു പോയി. പിന്നീട് നല്ല നിലത്ത് വീണത് ധാരാളം ഫലം പുറപ്പെടുവിച്ചു. പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കർത്താവ് പറഞ്ഞു. പിറ്റെന്ന് തന്നെ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മുളച്ചു വന്നത് ഏതാണെന്നറിയാമോ? പാറപ്പുറത്ത് വീണ വിത്ത് വളരെ പെട്ടെന്ന് മുളച്ചു വന്നു. നല്ല നിലത്ത് വീഴുന്ന വിത്തിനേക്കാളും വേഗത്തിൽ പാറപ്പുറത്ത് വീണ വിത്ത് മുളച്ചു വന്നു. നമ്മൾ കൈയടിച്ചു, ദൈവമേ ഹല്ലേലൂയ, എത്ര പെട്ടെന്നാണ് ഇത് മുളച്ചു പൊങ്ങിയത്. പക്ഷേ അന്ന് ഉച്ചയ്ക്ക് 12 മണിയായപ്പോൾ നല്ല സൂര്യൻ്റെ ചൂടടിച്ചപ്പോൾ മുളച്ചു പൊങ്ങിയ ആ കൊച്ച് കതിര് ഇല അങ്ങനെ തന്നെ വാടിപ്പോയി, അത് കരിഞ്ഞുപോയി. എന്നിട്ട് ഈശോ ഇങ്ങനെ പറഞ്ഞു വെച്ചു, വേരില്ലാത്തതിനാൽ അത് പെട്ടെന്ന് കരിഞ്ഞുപോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ചെടി കിളിർത്തു വന്നു, വിത്ത് പൊട്ടി മുളച്ചു. പക്ഷേ വേരില്ലാത്തതിനാൽ, വേര് ആഴത്തിലേക്ക് ഇറക്കാനില്ലാത്തതിനാൽ ആ ചെടി കരിഞ്ഞുപോയി. എന്താണ് ഒരു ചെടിയുടെ വേര്? ഒരു ചെടിയുടെ വേരെന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരും കാണാത്ത രഹസ്യമാണ്. ചെടിക്ക് മനുഷ്യനെയും നമ്മളെയും മറ്റുള്ളവരെയും ഒന്നും കാണിക്കാൻ മനസ്സില്ലാതെ ചെടി തൻ്റെ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു രഹസ്യമാണ് ഈ വേര് എന്ന് പറയുന്നത്. അത് മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി വെള്ളം വലിച്ചെടുത്തുകൊണ്ട് മണ്ണിനാൽ മറയപ്പെട്ട് മൂടപ്പെട്ട് നിന്നുകൊണ്ട് ആ ചെടിക്ക് ബലവും ഉറപ്പും ആരോഗ്യവും എല്ലാം കൊടുക്കുന്ന ചെടിയുടെ ഒരു ഭാഗമാണ് ഈ വേര് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഒരു ചെടി അതിൻ്റെ മുഴുവൻ വേരും പുറത്ത് കാണിക്കാമെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ചെടി ഒരു ബലവും ഇല്ലാത്തൊരു ചെടിയാണ്. കാരണം
ഒരു ചെറിയ കാറ്റടിക്കുമ്പോൾ തന്നെ അതിന് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ആ ചെടി നിലം പതിക്കും. എന്നാൽ മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് വേരുകളെ ആഴ്ന്നിറക്കി നിൽക്കുന്ന ഒരു ചെടി ഏത് കൊടുങ്കാറ്റിലും വീണു പോകാതെ പിടിച്ചു നിൽക്കുന്നു. കാരണം അതിന് രഹസ്യമായ ആഴത്തിലേക്ക് പോകുന്ന വേരുകളുണ്ട്, ആരും കാണാത്ത ചില ഭാഗങ്ങളുണ്ട്, ചില ബലപ്പെടുത്തുന്ന ചില സംഗതികളുണ്ട് അതിന് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ചെടി അല്ലെങ്കിൽ ആ മരം വീണു പോകുന്നില്ല. എല്ലാ വേരുകളെയും പുറത്ത് കാണിക്കുന്ന മരത്തിന് ആഴമില്ല. ഇതുപോലെ എല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തികൾക്ക് ആത്മീയ ജീവിതത്തിൽ ആഴമില്ല. ഞാൻ ഓർക്കുകയാണ്, ഞാൻ പണ്ടൊരു പുസ്തകത്തിൽ വായിച്ച ഒരു കാര്യം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്തിൽ വലിയ ഒരു വരൾച്ചയുണ്ടായി. മഴ പെയ്യുന്നില്ല, ചൂടടിച്ച് മരങ്ങളെല്ലാം കരിഞ്ഞു പോയി. എന്താ ലണ്ടൻ പട്ടണത്തിൽ ഒരു മരം മാത്രം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വാടാതെ നിന്നു. നല്ല പച്ച ഇലകൾ, എല്ലാവർക്കും അത്ഭുതമായി. കാര്യം UK മുഴുവൻ ഈ വലിയ വരൾച്ചയിൽ ചെടികളെല്ലാം ഉണങ്ങിപ്പോയപ്പോൾ ലണ്ടൻ പട്ടണത്തിൽ ഒരു മരം മാത്രം ഉണങ്ങാതെ നിൽക്കുകയാണ്. ഇതിൻ്റെ കാരണമറിയാൻ ശാസ്ത്രജ്ഞന്മാർ ആഴമേറിയ പഠനം നടത്തിയപ്പോൾ ഒരു കാര്യം കണ്ടു. 7 കിലോമീറ്റർ ദൂരത്തിൽ ആ മരം തൻ്റെ വേരുകളെ സഞ്ചരിപ്പിച്ച് തെംസ് നദിയിലേക്ക് അതിൻ്റെ വേരുകൾ കൊണ്ടുചെന്ന് നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തെ അത് വലിച്ചെടുത്ത്. നിങ്ങൾ ഓർക്കണം, 7 കിലോമീറ്റർ ദൂരം ഈ വേര് മണ്ണിനടിയിലൂടെ യാത്ര ചെയ്തു, വെള്ളം വലിച്ചെടുത്തു. അതുകൊണ്ട് കൊടിയ വരൾച്ചയിലും ചെടി ഉണങ്ങിപ്പോയില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ ആർക്കും കാണാൻ സാധിക്കാത്ത ഈ വേര് മണ്ണിൻ്റെ അടിയിലൂടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ 7 കിലോമീറ്റർ ദൂരത്തിൽ യാത്ര ചെയ്ത് വെള്ളം വലിച്ചെടുക്കുകയാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ ആരും കാണാത്ത ഒരു വേരിറക്കൽ ഉണ്ടായിരിക്കണം. അതിൻ്റെ പേരാണ് രഹസ്യ പ്രാർത്ഥന. മനുഷ്യൻ കാണാതെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ചെന്ന് വീഴുന്ന അവസ്ഥ, യേശുവിനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന രഹസ്യത്തിൻ്റെ വേര്, യേശുവിനെ ആരും കാണാതെ കണ്ണുനീരൊഴുക്കി ആരാധിക്കുന്ന, ദൈവമേ ഞാൻ പാപിയാണ്, തിരുമുമ്പിൽ വരാൻ യോഗ്യതയില്ല, എങ്കിലും അങ്ങ് തന്ന കൃപയുടെ മഹത്വത്തിൻ്റെ യോഗ്യതയിൽ മാത്രം ഞാൻ വരുന്നു, കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഞാൻ വരുന്നു പിതാവേ എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന വേരിറക്കുന്ന ഒരു ജീവിതം, ഒരു രഹസ്യ പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആഫ്രിക്കൻ കാടുകളിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക തരം മരമുണ്ട്. ആ മരത്തിൻ്റെ പ്രത്യേകത, ആ മരം ഏതാണ്ട് വളരെ പൊക്കത്തിൽ, ആ കാട്ടിലെ എല്ലാ ചെടികളെക്കാളും മരങ്ങളെക്കാളും പൊക്കത്തിൽ വളരെ ഉയരത്തിൽ വളരുന്ന വളരെ പടുകൂറ്റൻ ഒരു മരമാണ്. ഭയങ്കരമായിട്ട് പൊക്കം വയ്ക്കുന്ന ഒരു മരമാണ്. പക്ഷേ ആ മരത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ മരം നമ്മൾ നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ 5 വർഷക്കാലം ആ മരം ഒട്ടും പൊങ്ങത്തില്ല, നമ്മുടെ മുട്ടോളം പൊക്കത്തിൽ മാത്രമേ വളരത്തുള്ളൂ. നമുക്ക് അത്ഭുതം, ഇവിടെ ആദ്യത്തെ 5 വർഷക്കാലം ഈ മരം ഇത് എന്നതാ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ മുട്ടുവരെ മാത്രമേ ഇത് വളരത്തുള്ളൂ. നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളവും എല്ലാം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, 6ാമത്തെ വർഷം മുതൽ ആ മരം വളരാൻ തുടങ്ങും. പിന്നീട് പിടിച്ചാൽ കിട്ടത്തില്ല, എല്ലാ മരങ്ങളെയും തോപ്പിച്ച് പരാജയപ്പെടുത്തി ഏറ്റവും പൊക്കത്തിൽ വളരും. നമ്മൾ ശാസ്ത്രജ്ഞന്മാർ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ കണ്ടെന്താണെന്നറിയാമോ? ആദ്യത്തെ 5 വർഷം ഈ മരം ചെയ്യുന്നത് അതിൻ്റെ വേരുകൾ താഴേക്കിറക്കുന്നു, വശങ്ങളിലേക്ക് ഇറക്കുന്നു. അതിൻ്റെ വർഗത്തിൽപ്പെട്ട മറ്റു മരങ്ങളുമായി വേരുകൾ കൂട്ടിയിണക്കി നല്ലൊരു നെറ്റ്വർക്കിംഗ്, നല്ല ഒരു വല നെയ്യുന്നത് പോലത്തെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്. അതായത് ആഴമേറിയ ഒരു ശക്തീകരണം, ആഴമേറിയ ഒരു ബലപ്പെടുത്തുന്ന അനുഭവം. വേര് താഴേക്കും പോകുന്നു, വേര് സൈഡിലേക്കും പോകുന്നു, വേര് വശങ്ങളിലേക്കും പോകുന്നു, വേര് താഴേക്കും പോകുന്നു. 5 വർഷക്കാലം അങ്ങനെ നല്ല ഒരു ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം, അടിസ്ഥാനം ഇട്ടതിന് ശേഷം 6ാമത്തെ വർഷം മുതൽ ഇതൊരു പ്രത്യേകതരം മുളയാണ്, മുളവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്, മരമാണ്. അത് എന്നിട്ട് 6ാമത്തെ വർഷം മുതൽ റോക്കറ്റ് കുതിച്ചു പോകുന്നത് പോലെ വളരുകയാണ്. പിന്നീട് പ്രിയപ്പെട്ടവരെ, ഏത് കൊടുങ്കാറ്റടിച്ചാലും ഈ മുള താഴെ വീഴുന്നില്ല, ഏത് കാറ്റിലും താഴെ വീഴാതെ മുള നിൽക്കുന്നു. കാരണം എന്താണ്? ആദ്യത്തെ 5 വർഷങ്ങൾ ഒരു രഹസ്യ ശുശ്രൂഷ നടക്കുകയാണ്, ആരും കാണാത്തൊരു ശുശ്രൂഷ. മണ്ണിൻ്റെ അടിയിലേക്കും സൈഡിലേക്കും വേരുകളെ ഇറക്കി സ്വന്തമായി ബലപ്പെടുന്ന ഒരു ശുശ്രൂഷ ദൈവം നമ്മളെ വിളിക്കുകയാണ്. യേശു പഠിപ്പിച്ചു, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. പ്രിയപ്പെട്ടവരെ, ശാലോം ടെലിവിഷനിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൊന്നുമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ വരെ ഇതില്ലായിരുന്നെങ്കിൽ ഇന്നു മുതൽ നമ്മളൊരു വേരിറക്കൽ ശുശ്രൂഷ ആരംഭിക്കണം. യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വേരുകൾ, സ്വർഗത്തിലെ പിതാവിൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന നമ്മുടെ വേരുകൾ, മറ്റുള്ളവരുമായിട്ട് കൂട്ടായ്മയിൽ ആഴ്ന്നിറങ്ങുന്ന വേരുകൾ, ദൈവമക്കളുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്ന വേര്, അങ്ങനെ വേരിറക്കി നമ്മൾ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരും. ആരെക്കൊണ്ടും ഒരിക്കലും സാധിക്കില്ല എന്ന് കരുതിയ ഒരു കാര്യമാണ്
അടിമത്തം നിർത്തലാക്കുക ലോകത്തിലെ ഏറ്റവും മ്ലേച്ഛതയേറിയ ഒരു കാര്യം. ആ സിസ്റ്റം നിർത്തലാക്കാൻ ദൈവം തെരഞ്ഞെടുത്തത് ഏബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന അമേരിക്കയുടെ മഹാനായ പ്രസിഡന്റിനെയാണ്. പക്ഷെ നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രഭാതത്തിലും വെളുപ്പിന് 3 മണി മുതൽ 6 മണി വരെ രഹസ്യമായി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൾ ഉയർത്തി കണ്ണുനീരോടെ ദൈവത്തെ ആരാധിക്കുന്ന ഏബ്രഹാം ലിങ്കനെ പലപ്പോഴും വേലക്കാരൻ കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. ചായ കൊടുക്കാനായിട്ട് ചില സമയത്ത് 6:30 മണിക്ക് ചെല്ലുമ്പോൾ, രാവിലത്തെ കാപ്പി കൊണ്ട് ബെഡ് കോഫി മട്ട് ചെല്ലുമ്പോൾ പോലും മുട്ടിന്മേൽ നിന്ന് എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഏബ്രഹാം ലിങ്കനെ കൊണ്ട് അദ്ദേഹത്തിന് പലപ്പോഴും ചായ കൊടുക്കാൻ സാധിക്കാതെ മടങ്ങിപ്പോയിട്ടുണ്ട്. കാരണം ദൈവം ആ മുറിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചിരുന്നു എന്നാണ് വേലക്കാരൻ പിന്നീട് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ ഓർക്കുക, അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നിട്ടും ആ മനുഷ്യൻ രാവിലെ എന്നും വേരിറക്കുന്ന യേശുവിൻ്റെ ആഴങ്ങളിലേക്ക് വേരിറക്കി സ്വന്തമായി ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഒത്തിരി എതിർപ്പുണ്ടായിട്ടും അമേരിക്കയിൽ അടിമത്തം അവസാനിപ്പിക്കാൻ, ലോകത്തും തന്നെ സിസ്റ്റത്തെ പറിച്ചു മാറ്റാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചത്. നമ്മുടെ ജീവിതം ബലമുള്ളതാകണമെങ്കിൽ എല്ലാ ദിവസവും വേരുകൾ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങണം. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. 2, വീണ്ടും മത്തായി സുവിശേഷം 6:17 യേശു പറഞ്ഞു, നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം കാണിക്കരുത്, പകരം അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും അറിയാതിരിക്കേണ്ടതിന് നിങ്ങൾ ഉപവാസം എടുക്കുമ്പോൾ നിങ്ങളുടെ തലയിൽ എണ്ണ പുരട്ടുകയും മുഖം കഴുകുകയും വേണം. ഉപവാസം എടുത്തിട്ട് വിളിച്ചു കൂവിക്കൊണ്ട് നടക്കരുത്. ഉപവാസവും രഹസ്യമായിരിക്കണം. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് പ്രതിഫലം തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് മാത്രം ദൈവം ഇടപെടുന്നില്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നില്ല എന്ന് കാണുമ്പോൾ, സാത്താൻ നമ്മളെ തകർക്കാൻ ആഞ്ഞടിക്കുന്നത് കാണുമ്പോൾ, നമ്മൾ എടുക്കേണ്ട 2ാമത്തെ ആയുധമാണ് ഉപവാസം. അത് കൊട്ടിഘോഷിച്ചുകൊണ്ട് എല്ലാവരോടും പറഞ്ഞുകൊണ്ടല്ല, ആരും അറിയാതെ, നമ്മുടെ കുടുംബം മാത്രം അറിയണം, കാര്യം വേറെ നിവൃത്തിയില്ല. നമ്മുടെ ഭാര്യ അറിയണം, ഭർത്താവ് അറിയണം, അമ്മ അറിയണം. പക്ഷെ പ്രിയപ്പെട്ടവരെ, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരും. എസ്തേറിന്റെ പുസ്തകത്തിൽ നമ്മളൊരു കാര്യം കാണുന്നുണ്ട്. അഹസ്വേരൂസ് എന്ന് പറയുന്ന രാജാവ് യഹൂദന്മാരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യാൻ തീരുമാനിച്ചു. ഹാമാൻ എന്ന് പറയുന്ന മന്ത്രിയുടെ വാക്ക് കേട്ടുകൊണ്ട് യഹൂദ വംശത്തെ മുഴുവൻ കൊന്നുകളയാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്. എസ്തേറിന്റെ പുസ്തകം അധ്യായം 9 വചനം 3, രാജാവിന്റെ വിളംബരം എത്തിപ്പെട്ട പ്രവിശ്യകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും എല്ലാം ഇസ്രായേൽ ജനം ചാക്കുടുത്ത് ചാരം പൂശി ഉപവാസമെടുത്ത് നിലവിളിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ കവിഴ്ന്നു കിടന്നു. പ്രിയപ്പെട്ടവരെ, തങ്ങളുടെ വർഗത്തെ മുഴുവൻ കൊന്നുകളയാൻ ഒരു രാജാവ് തീരുമാനമെടുക്കുമ്പോൾ ദൈവജനം ചെയ്തത് ആയുധമെടുക്കുകയല്ല, പകരം അവർ ഉപവാസമെടുത്തു. ജനം കൂട്ടത്തോട് ഉപവാസമെടുത്തു. ദൈവത്തിന് മുമ്പിൽ ചാക്കുടുത്ത് ചാരം പൂശി നിലവിളിച്ചു. ചിലർ ചാരത്തിൽ കിടന്നു എന്നും പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നു. ഓർക്കണമേ, ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ദൈവം കേട്ടു. അത്ഭുതകരമായി ദൈവം ഇടപെട്ടു. ഇസ്രായേൽ ജനത്തെ കൊന്നുകളയാൻ കുഴിച്ച കുഴിയിൽ ദുഷ്ടനായ ഹാമാൻ എന്ന മന്ത്രി വധിക്കപ്പെടുന്നു. അവൻ ആ തൂക്കുമരത്തിൽ വധിക്കപ്പെടുകയാണ്. ദൈവം ഇടപെടുന്നത് നമ്മൾ കാണുകയാണ്. ഉപവാസത്തിന്റെ മധ്യത്തിൽ ദൈവം ഇടപെടുന്നു. എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം വരികയാണ്. ഒരു യൂറോപ്യൻ രാജ്യം, നേഴ്സായിട്ട് ജീവിക്കുന്ന ഒരു അമ്മച്ചി. ആ നേഴ്സിൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ വഴിതെറ്റിയുള്ള ജീവിതം ആരംഭിച്ചു. തെറ്റായ കൂട്ടുകെട്ടുകൾ, ചീത്ത കൂട്ടുകെട്ടുകൾ, തെറ്റായ ബന്ധങ്ങൾ, ഫോൺ വിളികൾ, ചെറിയ രീതിയിൽ മദ്യപാനം ആരംഭിച്ചത് വലിയ രീതിയിലായി. പിന്നീട് മയക്കുമരുന്നിലേക്കും ഡ്രഗ്സിലേക്കും അതെത്തി. ആരും ഉപദേശിച്ചിട്ടും അവനെ മാനസാന്തരപ്പെടുത്താൻ പറ്റുന്നില്ല. അമ്മച്ചി ഒരു തീരുമാനമെടുത്തു. തൻ്റെ ആനുവൽ ലീവ് എല്ലാം കൂടെ കൂട്ടിവെച്ചിട്ട് അമ്മച്ചി ലീവ് എടുത്ത് വീട്ടിലിരുന്നു. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് മകൻ സ്കൂളിൽ പോകുമ്പോൾ രാവിലെ മുതൽ ഉപവാസം ആരംഭിച്ചു. മുറി അടച്ചിട്ട് ദൈവത്തിന് മുമ്പിൽ നിലവിളിച്ചു, കർത്താവേ, എനിക്ക് എൻ്റെ മകനെ തിരിച്ചു തരണം. അഗസ്റ്റീനോസിനെ മാനസാന്തരപ്പെടുത്തി കൊടുത്തതുപോലെ എൻ്റെ പൊന്നുമകനെ എനിക്ക് മാനസാന്തരപ്പെടുത്തി തരണം. വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ മകനെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് അമ്മ നിലവിളിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപവാസം 7ാമത്തെ ദിവസത്തിലെത്തിയപ്പോൾ മകൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യേക തരത്തിൽ, അവൻ്റെ തൊലിയിൽ ഒരു പ്രത്യേകതരം രോഗം ചൊറിഞ്ഞ് പൊട്ടി പഴുത്ത് വലിയ വ്രണങ്ങളും ദുർഗന്ധവും. അവന് സ്കൂളിൽ പോകാൻ പറ്റാതായി. കൂട്ടുകാർക്ക് ഇവൻ്റെ നാറ്റം കാരണം, ദുർഗന്ധം കാരണം അടുത്തു വരാൻ പറ്റാതായി. ടീച്ചേഴ്സ് പറഞ്ഞു, എല്ലാം മാറിയിട്ട് സ്കൂളിൽ വന്നാൽ മതി. പ്രിയപ്പെട്ടവരെ, അവൻ വീട്ടിൽ വന്നിരുന്നു. ആര് ചികിത്സിച്ചിട്ടും രോഗം മാറുന്നില്ല. 1 വർഷം അവന് വീട്ടിൽ ഇരിക്കേണ്ടി വന്നു. പക്ഷേ ആ മകൻ ഒരു കാര്യം കണ്ടു.
തൻ്റെ ദുർഗന്ധത്തിൻ്റെ ഇടയിൽ, തൻ്റെ നാറ്റത്തിൻ്റെ ഇടയിൽ തന്നെ സ്നേഹത്തോടെ പരിചരിക്കുന്ന തൻ്റെ അമ്മ, തന്നെ കുളിപ്പിക്കാൻ സഹായിക്കുന്ന അമ്മ, മരുന്ന് പുരട്ടിത്തരുന്ന അമ്മ, ഭക്ഷണം വാരിത്തരുന്ന അമ്മ, അമ്മയുടെ സ്നേഹം അവൻ തിരിച്ചറിഞ്ഞു. തനിക്ക് തൻ്റെ അപ്പനും അമ്മയുമേ ഉള്ളൂ എന്ന് സത്യം അവൻ തിരിച്ചറിഞ്ഞു. ഇന്നലെ വരെ തൻ്റെ തോളിൽ കയറ്റി നടന്ന കൂട്ടുകാരും തിരിഞ്ഞു നോക്കുന്നില്ല. അവന് ജീവിതത്തിൻ്റെ നിസ്സാരത മനസ്സിലായി, ലോകമോഹങ്ങളുടെ വ്യർത്ഥത അവന് മനസ്സിലായി. അമ്മയുടെ സ്നേഹം അവൻ തിരിച്ചറിഞ്ഞു, യേശുവിൻ്റെ സ്നേഹം അവൻ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ രോഗം മാറി. പക്ഷെ ആ സമയത്ത് അവനൊരു പുതിയ സൃഷ്ടിയായി മാറി. കുമ്പസാരിച്ച് യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിച്ചവൻ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ആരംഭിച്ചു, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ചു. ഇന്ന് അവൻ യുവജനങ്ങൾക്ക് വേണ്ടി ഈശോയെ കൊടുക്കുന്ന ഒരു ശുശ്രൂഷ കൂടെ അവൻ്റെ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. പറ്റാവുന്ന വിധത്തിൽ അവൻ ഈശോയെ കൊടുക്കുന്നു. തെറ്റായ കൂട്ടുകെട്ടുകൾ അവസാനിച്ചു, മദ്യപാനം അവസാനിച്ചു, മയക്കുമരുന്നിൻ്റെ ഉപയോഗം അവസാനിച്ചു. ഇന്നവൻ പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയിലാണ്, ദൈവസ്നേഹത്തിൻ്റെ ലഹരിയിലാണ്. എന്താണ് കാരണം? അവനെ പ്രസവിച്ച അമ്മ ഉപവാസം എന്ന് പറയുന്ന ആയുധം വേണ്ടതുപോലെ എടുത്ത് ഉപയോഗിച്ചപ്പോൾ, ആരും കാണാതെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ, മത്തായി സുവിശേഷം 6:17 യേശു വാഗ്ദാനം ചെയ്ത് സംഭവിച്ചു, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. വീണ്ടും മത്തായി സുവിശേഷം 6-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, രഹസ്യത്തിൽ പ്രതിഫലം തരുന്ന പിതാവ് രഹസ്യമായ ദാനധർമ്മം കാണുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം തരും. ഈശോ പഠിപ്പിച്ചു, നിങ്ങൾ ദാനധർമ്മം ചെയ്യുമ്പോൾ കൊട്ടിഘോഷിക്കരുത്. വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാത്തവണ്ണം നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിച്ചാൽ, വേദനിക്കുന്നവരെ സഹായിച്ചാൽ, ദാനധർമ്മം ചെയ്താൽ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായം 4-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, കഷ്ടത അനുഭവിക്കുന്ന ശരണാർത്ഥിയെ നിരാകരിക്കുകയോ ദരിദ്രരിൽ നിന്ന് മുഖം തിരിക്കുകയോ ചെയ്യരുത്. കരയുന്നവരിൽ നിന്ന് നിന്റെ മുഖം തിരിക്കരുത്. എന്നിട്ട് കർത്താവിന്റെ വചനം പറയുകയാണ്, നിന്നെ ശപിക്കാൻ നീ ആർക്കും ഇട കൊടുക്കരുത്. മനസ്സ് നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കേൾക്കും. ദൈവം നമ്മളെ ശപിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. വളരെ വേദനിച്ചു വരുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഒട്ടും സഹായിക്കാതെ, നമുക്ക് സഹായിക്കാൻ എല്ലാവിധ സാധ്യതകളും ഉണ്ടായിട്ടും നമ്മൾ ഒന്നും കൊടുക്കാതെ നിലവിളിയോടെ പറഞ്ഞു വിടുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം ഒന്ന് തേങ്ങിപ്പോയാൽ അത് നമുക്ക് നല്ലതല്ല എന്നാണ് പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും കർത്താവിൻ്റെ വചനം പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, ദരിദ്രന് കൈ തുറന്നു കൊടുക്കുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടുവോളം കൊടുക്കുക, മരിച്ചവരോടുള്ള കടമ മറന്ന് കളയരുത്. പാപത്തിൽ മരിച്ചുപോയ നമ്മുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവം പറയുന്നു. കുർബാനയിൽ പ്രാർത്ഥിക്കണം, വീട്ടിൽ പ്രാർത്ഥിക്കണം. അതുപോലെ തുറന്നു കൊടുക്കാനായിട്ട് പറയുകയാണ്. ഇതാ സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം പറയുകയാണ്, ഒരുവൻ ധാരാളമായി കൊടുക്കുന്നതനുസരിച്ച് സമ്പന്നനാകുന്നു. കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നിട്ടും ഒരുവൻ ദരിദ്രനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാ സമ്പത്ത് കൈ തുറന്നു കൊടുക്കുന്നവൻ കൂടുതൽ സമ്പന്നനാകുന്നു. ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടുന്നു. മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനം പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിതങ്ങൾ 11:24 വചനം ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഒരുവൻ വാരിക്കോരി കൊടുക്കുന്നതനുസരിച്ച് കൂടുതൽ സമ്പന്നനാകുന്നു. കൊടുക്കേണ്ടത് പോലും കൊടുക്കാതെ പിടിച്ചു വെച്ചിട്ടും ഒരുവൻ കൂടുതൽ ദരിദ്രനാകുന്നു. കൂടുതൽ കൊടുക്കുന്നവൻ കൂടുതൽ സമ്പന്നനാകുന്നു. ദാഹജലം കൊടുക്കുന്നവന് ദാഹജലം കിട്ടുന്നു. ലോകത്തിൻ്റെ പഠിപ്പിക്കൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ പൊന്നോമന പുത്രൻ നമ്മളെ പഠിപ്പിച്ച സത്യം ഇതാണ്, നമ്മൾ ആരെങ്കിലും രഹസ്യമായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നമുക്ക് പ്രതിഫലം നൽകുമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരിക്കലും ഒരു രാജ്യത്ത് സുവിശേഷം പറയാൻ ചെന്നപ്പോൾ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു ചേട്ടനെ കണ്ടു, നല്ലൊരു ചേട്ടൻ. ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ നിങ്ങൾ എത്ര പേരുണ്ട്? അപ്പം പറഞ്ഞു, ഞങ്ങൾ 6 സഹോദരങ്ങളുണ്ട്, 6 പേരും നല്ല നിലയിലാണ്. ഞാൻ ചോദിച്ചു, ദൈവം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ചല്ലോ. ആ ചേട്ടൻ്റെ കണ്ണ് നിറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾ വളരെ പാവപ്പെട്ടവരായിരുന്നു കേരളത്തിൽ വെച്ച്, പക്ഷെ ഞങ്ങളുടെ അമ്മയുണ്ടല്ലോ ഒത്തിരി നല്ലൊരു അമ്മയായിരുന്നു. ആര് ഭക്ഷണം ചോദിച്ചാലും അമ്മ എടുത്തു കൊടുക്കും. ചിലപ്പോൾ അമ്മയ്ക്ക് ഭക്ഷിക്കാൻ കാണത്തില്ല. ഒരു ദിവസം അമ്മ പ്ലേറ്റിൽ ചോറിട്ട് വെച്ച് കറി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഭിക്ഷക്കാരൻ വന്ന് പറഞ്ഞു, എന്തെങ്കിലും തരണേന്ന് പറഞ്ഞു. അമ്മ ആഹാരം കഴിക്കാതെ അമ്മ ആ ഭക്ഷണം എടുത്ത് ഭിക്ഷക്കാരന് കൊടുത്തു. ഭിക്ഷക്കാരന് കാര്യം മനസ്സിലായി, ഇന്ന് അമ്മയൊന്നും കഴിച്ചിട്ടില്ല. ഭിക്ഷക്കാരൻ വയറ് നിറച്ച് കഴിച്ചിട്ട് ആ പാത്രം മടക്കി കൊടുത്തിട്ട് വലത് കൈ പൊക്കിട്ട് പറഞ്ഞു, അമ്മേ, അമ്മയുടെ 6 മക്കളും വലിയവരാകും കേട്ടോ, അമ്മയുടെ 6 മക്കളും വലിയവരാകും. നിറകണ്ണുകളോടെ ആ മനുഷ്യൻ നടന്നുപോയി. പിന്നീട് ഒരിക്കലും ആ ഭിക്ഷക്കാരൻ ആ വീട്ടിൽ വന്നിട്ടുമില്ല. ആ ഭിക്ഷക്കാരൻ ആരായിരുന്നു പ്രിയപ്പെട്ടവരെ? നമുക്കറിയത്തില്ല. പക്ഷേ
അന്ന് പറഞ്ഞത് സംഭവിച്ചു. അമ്മച്ചിയുടെ 6 മക്കളും ഓലക്കുടിൽ നിന്നും പഠിച്ച് വലിയവരായി ഇന്ത്യക്ക് പുറത്ത് പല രാജ്യങ്ങളിൽ നല്ല നിലയിൽ ജീവിക്കുന്നു. എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി ദാനധർമ്മം ചെയ്തത് രഹസ്യങ്ങൾ അറിയുന്ന ദൈവം കണ്ട് ഞങ്ങൾ അനുഗ്രഹിച്ചതാ ഡോക്ടറെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. യേശുവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊടണമേ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. രഹസ്യമായി പ്രാർത്ഥിക്കുവാൻ, രഹസ്യമായി ഉപവാസമെടുക്കാൻ, രഹസ്യമായി പാവങ്ങളെ സഹായിക്കുവാൻ, വേദനിക്കുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.